ഹലോ മകളെ, അക്ഷയ് സാറാണ്. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് സാറ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഗൈഡുകൾ, അതായത് സൈലം പ്രസന്റ് ചെയ്യുന്ന നമ്മുടെ വിഷയങ്ങളുടെ ഗൈഡുകൾ അൺബോക്സ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ അതിൽ ബയോളജി ടെക്സ്റ്റ് ബുക്കാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്, ഗൈഡാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. സോ ബയോളജിയിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഗൈഡാണ്. ആ ഗൈഡിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം. അതിനുവേണ്ടി തന്നെയാണ് സാർ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. സോ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കവറിംഗ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഫ്രണ്ട് കവറാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഈ ഒരു ഗൈഡിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ നമുക്കിവിടെ എഴുതി കാണിച്ചിട്ടുമുണ്ട്. സോ നമുക്ക് ഇതിലെ വിശദമായി ഓരോ കാര്യങ്ങളിലേക്കും നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ 5 ചാപ്റ്റേഴ്സിൻ്റെ പേരുകൾ, കണ്ടൻസിൽ 5 ചാപ്റ്റേഴ്സ് നിങ്ങൾക്കറിയാം. ലൈഫ് പ്രോസസ്സസ്, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, ഹൗ ഡു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ്, ദെൻ ഹെറിഡിറ്റി, അതുപോലെ തന്നെ അവർ എൻവിറോൺമെൻറ്റ്. സോ എല്ലാ ചാപ്റ്റേഴ്സിലെ എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് ഗൈഡ് റെഡിയാക്കിയിട്ടുള്ളത്. സോ നമുക്കിപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കി പോവാം. ആദ്യത്തെ ചാപ്റ്റർ ദ ലൈഫ് പ്രോസസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ഈ ചാപ്റ്ററിൽ നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഉണ്ട്. സോ വളരെ ക്രിസ്പായിട്ട് വ്യക്തമായി തന്നെ നമ്മുടെ ചാപ്റ്ററിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെക്ഷൻ കാണാം. പിന്നെ ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പാരഗ്രാഫ് നമ്മളിപ്പോൾ വായിക്കുകയാണെങ്കിൽ സോ വളരെ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ 1 or 2 തവണ പാരഗ്രാഫ് വായിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുക. സോ ആ ഒരു പ്രശ്നം ഇവിടെ വരുന്നില്ല. ആ ഒരു പാരഗ്രാഫിനെ വളരെ ക്രിസ്പായിട്ട് നമ്മുടെ മക്കൾക്ക് വായിക്കുമ്പോൾ വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ഓരോ പാരഗ്രാഫും നമ്മൾ ഈ ഒരു ഗൈഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് ചുരുങ്ങിയ സമയത്തിൽ നമുക്ക് ആ കൺസെപ്റ്റ് പഠിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സൈലത്തിൻ്റെ ഗൈഡിൻ്റെ പ്രത്യേകത. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ വിശദമായി കാണാം. ലൈഫ് പ്രോസസ്സിൽ ന്യൂട്രീഷൻ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ന്യൂട്രീഷൻ്റെ ടൈപ്സ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് വായിച്ചു മനസ്സിലാക്കാൻ വളരെ എളുപ്പത്തിലാണ് ഇവിടെ കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത് കാണാം. നമുക്കറിയാം ലൈഫ് പ്രോസസ് വളരെ വലിയ ചാപ്റ്ററാണ്. സോ ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. സോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആക്ടിവിറ്റി കൊടുത്തിരിക്കുന്ന ഒരു ബോക്സിൽ നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ അങ്ങനെ മനസ്സിലാവണം എന്നില്ല. ഒരു പാരഗ്രാഫിൽ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ആക്ടിവിറ്റിയിൽ കൃത്യമായി എയിം ഓഫ് ദ എക്സ്പെരിമെൻറ്റ്, എയിം എന്താണ്, ആ ആക്ടിവിറ്റി എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യേണ്ട മെത്തേഡ്, അതിലൂടെ എന്താണ് ഒബ്സർവേഷൻ, കൺക്ലൂഷൻ എന്നിങ്ങനെ വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ തന്നെയാണ് ഇവിടെ നമ്മുടെ ആക്ടിവിറ്റീസ് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വ്യക്തമായി തന്നെ നമുക്ക് വളരെ കൃത്യമായി തന്നെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കി എടുക്കാനും പരീക്ഷയിൽ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്കത് മെമ്മറൈസ് ചെയ്യാൻ സാധിക്കും. അത് തന്നെയാണ് ഇതിൻ്റെ വലിയ ഒരു പ്രത്യേകതയായിട്ട് പറയേണ്ടിയിരിക്കുന്നത്. പിന്നെ നമുക്കറിയാം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് ഇമേജസ്, ഒരുപാട് ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഗൈഡ് കൂടിയാണ്. ഇവിടെ കാണാം ഒരുപാട് ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ അഡീഷണലായി ഒരുപാട് ചിത്രങ്ങൾ കാണുമ്പോൾ കൂടുതൽ കോൺസെപ്റ്റൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സോ നിങ്ങൾ നോക്കാം, ലൈറ്റ് റിയാക്ഷൻ, ഡാർക്ക് റിയാക്ഷൻ സെപ്പറേറ്റ് ബോക്സിൽ കൊടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി വളരെ നല്ല രീതി തന്നെയാണ്. തുടർന്ന് അങ്ങോട്ട് പോകുമ്പോഴും ന്യൂട്രീഷൻ, അമീബ, ഒരുപാട് കാര്യങ്ങളുണ്ട്. കോൺസെപ്റ്റുകളെല്ലാം തന്നെ വ്യക്തമായി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ എല്ലാ ലൈഫ് പ്രോസസ് അതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അവസാനം ചോദ്യങ്ങളിലേക്ക് വരുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. NCERT കോർണർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിന് മുന്നോടിയായി ഇത് നിങ്ങളൊരു ചാപ്റ്റർ കഴിയുമ്പോൾ സമ്മറി ഒരു ബോക്സിൽ കൊടുത്തിരിക്കുകയാണ്. ആ ഒരൊറ്റ ബോക്സ് വായിക്കുമ്പോൾ കൃത്യമായി ആ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളത് ഒരു ധാരണ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ പ്രത്യേകതയാണ്. സോ മക്കളെ, ഈ ഗൈഡിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ ഞാൻ പറഞ്ഞതുപോലെ NCERT കോർണറും അതുപോലെ തന്നെ NCERT എക്സർസൈസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ നമുക്കറിയാം നമ്മൾ പഠിക്കുന്നത് NCERT ആണ്. സോ NCERT ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കാരണം നമ്മുടെ പബ്ലിക് എക്സാം വരുന്ന സമയത്ത് നമ്മൾ വെറുതെ പല ക്വസ്റ്റ്യൻസും പഠിച്ചതുകൊണ്ട് കാര്യമില്ല. NCERT മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെ പ്രാക്ടീസ് ചെയ്യണം. അതിന് ബെസ്റ്റ് സൊല്യൂഷൻ തന്നെയാണ് ഈ ഒരു ഗൈഡ്. സോ ഞാൻ പറഞ്ഞു, ഇവിടെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൻ്റെ ആൻസേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ നോക്കുക, ഒരു ആൻസർ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, നമ്മുടെ മക്കൾ കോൺസെപ്റ്റൽ ക്ലാരിറ്റി ഉണ്ടെങ്കിലും പല മക്കളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് പരീക്ഷയ്ക്ക് ആൻസർ എഴുതുന്നുണ്ട് പക്ഷേ കൃത്യമായ മാർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത്.
അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിയുമെങ്കിലും എങ്ങനെയാണ് ഒരു ആൻസർ എഴുതേണ്ടത് എന്നുള്ള ഒരു ധാരണ പല മക്കൾക്കും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ മാർക്ക് നഷ്ടപ്പെടുന്നത്. സോ അതിനുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷൻ കൂടിയാണ് ഈ ഗൈഡ്. ഒരു ചോദ്യത്തിന് അത് എത്ര മാർക്കിൻ്റെ ചോദ്യമാണെന്ന് ആദ്യം നോക്കുക, അതിന് എങ്ങനെ ഉത്തരം എഴുതണം, എന്തൊക്കെ പോയിന്റ്സ് ഉൾപ്പെടുത്തിയാലാണ് മാർക്ക് ലഭിക്കുന്നത് എന്നൊക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഗൈഡ് നിങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. സോ ആ NCERT സെക്ഷൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് മാറുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ എക്സാമിന് നിങ്ങൾക്കറിയാം അസർഷൻ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, പിന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബോർഡ് എക്സാമിന് ചോദിക്കാറുണ്ട്. സോ മക്കളെ ആ കാര്യങ്ങളെല്ലാം തന്നെ ഒരുപാട് തരത്തിലുള്ള ആ മോഡലിലുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തന്നെയാണ് ഈ ഗൈഡ്. നിങ്ങൾക്ക് കാണാം ഇവിടെ നോക്കുമ്പോൾ മക്കളെ അസർഷൻ ആൻഡ് റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു സെക്ഷൻ അസർഷൻ റീസണിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളിവിടെ കാണാം MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് വളരെ വിശദമായി തന്നെ. സോ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് മാർക്ക് ലഭിക്കാനും സാധ്യത കൂടുതലാണ്, അതുപോലെ തന്നെ മാർക്ക് നഷ്ടപ്പെടാനും സാധ്യത വളരെ കൂടുതലാണ്. ഒരുപാട് മക്കൾക്ക് മാർക്ക് നഷ്ടപ്പെടുന്ന ഒരു മേഖല കൂടിയാണ് MCQ. കാരണം കൺഫ്യൂസിങ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക, കൺഫ്യൂസിങ് ഓപ്ഷൻസ് ആയിരിക്കും. മക്കൾ മിക്കവാറും കൺഫ്യൂസ്ഡ് ആയിട്ട് നിങ്ങൾ ശരിയാണെന്ന് വിചാരിച്ചു പിന്നെ ഓപ്റ്റ് ചെയ്യുന്ന ആൻസർ റോങ് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്ന MCQ നിങ്ങൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം വരുന്ന സമയത്ത് യാതൊരു കാരണവശാലും നിങ്ങൾ തെറ്റിക്കാൻ പോകുന്നില്ല. കാരണം എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഈ ഗൈഡിൻ്റെ മറ്റൊരു സവിശേഷത. അപ്പോൾ മക്കളെ നമ്മുടെ ഇവിടെ ഈ ഒരു സെക്ഷൻ നോക്കുമ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2. ആ സ്റ്റേറ്റ്മെന്റ് കൃത്യമായി അനാലിസിസ് ചെയ്തിട്ട് അതിൻ്റെ ആൻസേഴ്സിലേക്ക് പോകേണ്ടതാണ്. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണോ, സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണോ, ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അതും CBSEക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് കോൺസെപ്റ്റ് ക്ലാരിറ്റി കൃത്യമായി ഉണ്ടോ എന്ന് പരിശോധിക്കാവുന്ന ഒരു ഏരിയ കൂടിയാണിത്. ഇത് മക്കളെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കോൺസെപ്റ്റ് വളരെ വ്യക്തമായി മനസ്സിലായി എന്നാണ് അർത്ഥം. ഇനി ഇവിടെ കാണാം സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്. നമ്മുടെ ചോദ്യ പേപ്പറിൽ സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ കാണാൻ സാധിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യവും 3 മാർക്കിൻ്റെ ചോദ്യവും 5 മാർക്കിൻ്റെ ചോദ്യവും സബ്ജക്റ്റീവ് സെഷനിൽ വരാറുണ്ട്. സോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ്. ഈ മാർക്കിനനുസരിച്ച് എഴുതിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ 3 മാർക്കിൻ്റെ ചോദ്യത്തിൽ നിങ്ങൾ 2 മാർക്കിൻ്റെ കണ്ടന്റ് മാത്രമേ എഴുതുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ 2 മാർക്ക് ലഭിക്കും. അവിടെ 1 മാർക്ക് നമുക്ക് നഷ്ടപ്പെട്ടു. സോ അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് എഴുതാൻ വിട്ടുപോയത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ആ 1 മാർക്ക് നഷ്ടപ്പെട്ടത്. സോ ആ ഒരു പ്രശ്നം ഈ ഗൈഡ് നിങ്ങൾ വാങ്ങി കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് കൃത്യമായിട്ട് ഓരോ സെക്ഷനും കൊടുത്തിട്ടുണ്ട്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ, ലോങ് ആൻസർ ക്വസ്റ്റ്യൻ. അപ്പോൾ കൃത്യമായ ആൻസർ നിങ്ങൾക്ക് കൃത്യമായി എഴുതാൻ സാധിക്കും. അത് തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷതയായിട്ട് പറയാൻ സാധിക്കുന്നത്. ഇനി ഇങ്ങോട്ട് വരുന്ന സമയത്ത് കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സോഴ്സ് ഓർ കേസ് സ്റ്റഡി എന്ന് പറയുന്നത് CBSEയുടെ ഒരു ലൈഫ് ബ്ലഡ് ആണ്. കാരണം എല്ലാ പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്സും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും കൃത്യമായ കേസ് സ്റ്റഡി നമ്മൾ പഠിച്ചു പോകേണ്ടത് അത്യാവശ്യമാണ്. കാരണം കേസ് സ്റ്റഡി 4 മാർക്കിൻ്റെ ചോദ്യമാണ് നമുക്ക് വരുന്നത്. കൃത്യമായ ഒരു ഐഡിയ ഉണ്ടാവണം, അതെങ്ങനെ അറ്റൻഡ് ചെയ്യേണ്ടത്, എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് കൃത്യമായ ഒരു ഐഡിയ ഉണ്ടാവണം. ആ ഐഡിയ കൃത്യമായിട്ട് ഗൈഡിൽ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഐഡിയ നമുക്ക് ലഭിക്കും എന്നുള്ളത് ഞാൻ പറയാനുള്ളത്. ഇനി എനിക്ക് പറയാനുള്ളത് ഇവിടെ കോമ്പറ്റേറ്റീവ് ക്വസ്റ്റ്യൻസ്, കോമ്പറ്റേറ്റീവ് ലെവലുള്ള ഒരു ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കും. ഈ കോമ്പറ്റേറ്റീവ് ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളൊരു കോൺസെപ്റ്റ് പഠിച്ചു, അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു. അതല്ലാതെ അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ വളരെ വ്യക്തമായ ഒരു നോളജ്, ഒരു കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായ ഒരു നോളജ് നമുക്ക് ഉണ്ടാവണം. ആ നോളജ് അക്വയർ ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് കോമ്പറ്റേറ്റീവ് ലെവൽ ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വളരെ കൃത്യമായി ഷാർപ്പായ ഒരു നോളജ് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഓരോ കോൺസെപ്റ്റും അതുപ്രകാരം ഈ ക്വസ്റ്റ്യൻസ് പഠിക്കുന്ന സമയത്ത് ഓരോ കോൺസെപ്റ്റും വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചാലും പരീക്ഷയിലാണ്, എങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചാലും മികച്ച മാർക്ക് നേടാനും സാധിക്കും. ഇനി ഇവിടെ നമ്മൾ കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ഏരിയ തന്നെയാണ്. മുൻ വർഷങ്ങളിൽ എങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു, മുൻ വർഷങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതല്ല. ഈ റീസെൻ്റ്ലി കഴിഞ്ഞ 2023, 24 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഇവിടെ കാണാം CBSE പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 2024 എന്ന് കാണാം. അതുപോലെ തന്നെ 23യുടെ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 24, 23 ഉണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും 2025 ഇപ്പോൾ കഴിഞ്ഞതാണ്. 2025 ക്വസ്റ്റ്യൻസ് ഇല്ലേ എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവും. ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. 23 നിങ്ങൾ കാണുന്നുണ്ട്, 23, 24 നിങ്ങൾ കാണുന്നുണ്ട്.
25 ചോദ്യങ്ങൾ ഇല്ലേ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും. ഉണ്ട്. 25 ചോദ്യങ്ങൾ വളരെ വ്യക്തമായി ക്രിസ്പായി നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തുടങ്ങുമ്പോൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല. ഇവിടെ സ്കാൻ ടു ഗെറ്റ് 2025 CBSE ബോർഡ് എക്സാം സൊല്യൂഷൻ എന്ന് കണ്ടോ. ആ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ 2025 അതായത് ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷൻ ക്ലാസ്സായി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ വളരെ എഫക്റ്റീവ് ആയിട്ടൊരു സിസ്റ്റമാണ്. മറ്റൊരു ഗൈഡിനും അവകാശപ്പെടാനാവാത്ത ഒരു സംഭവം തന്നെയാണ് ഈ സ്കാൻ ചെയ്ത് 2025 ആ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടണമെങ്കിൽ ഈ ഗൈഡിൽ എല്ലാ കാര്യങ്ങളും, ഈ ഗൈഡിലെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് പോലും നമുക്ക് നഷ്ടപ്പെടില്ല എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത് ബയോളജിയുടെ കേസാണ്. ബയോളജിയുടെ ഒരു ചാപ്റ്ററിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ 5 ചാപ്റ്റേഴ്സിലും എല്ലാ കാര്യങ്ങളും എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഗൈഡ് ഡിസൈൻ ചെയ്യുന്നത്. ബയോളജി പോലെ തന്നെ നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, സോഷ്യൽ, പിന്നെ മാത്തമാറ്റിക്സ് പാർട്ട് 1 പാർട്ട് 2 അവൈലബിൾ ആണ്. വളരെ ചെറിയ വില, അതായത് 1500 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഇത്രയൊക്കെ ഫീച്ചേഴ്സ് ഉള്ള ഗൈഡ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ മക്കളെ, നിങ്ങൾക്ക് ഈ ഗൈഡ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സൈലം സ്റ്റോർ വിസിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, CBSE സെക്ഷനിൽ പോയിട്ട് ഈ ടെക്സ്റ്റ് ബുക്ക്, ഈ ഗൈഡ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ എല്ലാ മക്കളും ഇത് മാക്സിമം ഉപയോഗപ്പെടുത്തുക. കാരണം ഇത്രത്തോളം ഓപ്ഷൻസും ഇത്രത്തോളം ഫീച്ചേഴ്സും ഉള്ള മറ്റൊരു ബുക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. സോ മക്കളെ, എല്ലാവരും ഈ ഗൈഡ് ഉപയോഗപ്പെടുത്തുക. ഫുൾ മാർക്ക് നേടുക സൈലത്തിനൊപ്പം. ബൈ.